Q Developers ഉപ്പും മുളകും. എന്താണ് നിങ്ങൾക്ക് എണീക്കാൻ പ്ലാൻ ഒന്നുമില്ല? ഞാൻ ഉറങ്ങുന്നില്ലല്ലോ, ചുമ്മാ കിടക്കും. എടാ ബോർ അടിക്കണേടാ, വാ എന്തായാലും കളിക്കാം. എനിക്കും അതന്നെ കുഴപ്പമുണ്ടല്ലേ ഞാനും കിടക്കുന്നേ. എടാ നമുക്ക് അച്ഛൻ്റെ ഡയലോഗൊക്കെ വെച്ചൊരു ഡിക്ഷണറി ഇറക്കാലോ. അത് സൂപ്പർ ആയിരിക്കും കൂടി. മൺമറിഞ്ഞു പോകുന്ന തനി നാട്ടു വർത്തമാനങ്ങൾ അങ്ങനെ ഇറക്കാം. അത് കൊള്ളാം. എടി നമുക്കത് അച്ഛൻ വരുമ്പോ എന്താന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാം. അത് മതി. എന്തോന്നാണ് അച്ഛനോട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യാൻ പോണേ? അമ്മ ഒരു ഡിക്ഷണറി, അച്ഛൻ്റെ നാടൻ പ്രയോഗങ്ങളെല്ലാം കൂടെ സമാഹരിച്ച് ഒരു ഡിക്ഷണറി അങ്ങ് ഞങ്ങൾ ഇറക്കാൻ പോണു. നാടൻ പ്രയോഗങ്ങൾ എങ്ങനെയാടാ ഡിക്ഷണറി ആക്കണേ? അമ്മ ആദ്യം പ്രയോഗങ്ങൾ എഴുതും, എന്നിട്ട് അതിനകത്തുള്ള വാക്കുകളുടെ അർത്ഥം എഴുതും. അതുപോലെ തന്നെ അതിനകത്തുള്ള പ്രയോഗങ്ങളുടെ ഭാവാർത്ഥം എഴുതും. ആദ്യം നിങ്ങൾ എന്താ പറയണെന്ന് സ്വയം മനസ്സിലാക്കി പറയാൻ ശ്രമിക്കേ. അമ്മേ, വാക്കുകൾ വാക്കുകൾ വിണ്ണിന്റെ വിരുന്നുകാർ, വിശുദ്ധന്റെ വൈ വിളക്കുകൾ, വൈ മുടക്കല്ലവേ വെറും വാക്കുകൾ കൊണ്ടുമേ. കേശി ഞാൻ പോട്ടെ. ഓ സന്തോഷമായി. എടാ നീ എന്താണ് അവസാനം പറഞ്ഞ കൊണ്ടുമേയാ? എടി അത് ചുമ്മാ പഞ്ചരെടുത്തിട്ട്. അപ്പൊ നീ ഇപ്പൊ പറഞ്ഞ വരികളോ? അതിപ്പോ ഉണ്ടാക്കിയത്. എന്റെ പൊന്ന് കേശു, നിന്നെ സമ്മതിച്ചടാ. നീ സിനിമക്കാരുടെ അടുത്തൊന്നും പോയി നിൽക്കരുതിട്ടാ, അവര് പിടിച്ച് നിന്നെ കൊണ്ട് പാട്ട് ചെയ്തിപ്പിക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എടി അച്ഛന് ഇവിടെ എവിടെങ്കിലും ഉണ്ടോ? പോയി നോക്കി. ഇല്ലാന്ന് തോന്നുന്നുണ്ട്, ശബ്ദമൊന്നും കേൾക്കണില്ല. ആളില്ലാത്ത കോളുണ്ട്. അപ്പൊ അച്ഛൻ രാവിലെ മുങ്ങിയോ? അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യായിരുന്നല്ലേ. പുറത്താ. ഇനിയിപ്പോ നമുക്ക് ഡിക്ഷണറിയുടെ കാര്യം അച്ഛൻ വന്നിട്ട് സംസാരിക്കാം. ഞാൻ കയറി കിടക്കാൻ പോവാ. ഞങ്ങളിപ്പോ അച്ഛന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അച്ഛൻ 100 ആയുസ് കേട്ടാ. അച്ഛന് 100 ആയുസ് വേണ്ട, പക്ഷെ ഇതിന് ഇത്തിരി ആയുസ് കൊടുക്കണം. ചീത്തായി കളയല്ലേ. ഗ്രാമഫോണാ അച്ഛൻ ഇതിന് എവിടെ നിന്ന് കിട്ടി? ഇത് ഇംഗ്ലണ്ടിൽ ഒരാളെ വീട്ടിൽ ഇരുന്നേ. ഇംഗ്ലണ്ടുകാരന്റെ വീട്ടിൽ ഇരുന്നത്. ഇംഗ്ലണ്ടുകാരന്റെ വീട്ടിൽ ഇരുന്ന ഇത് അച്ഛന്റെ കയ്യിൽ നന്നാക്കാൻ തന്നു കേട്ടാ. എടാ നമ്മളെ വളവിലൊരു വീടില്ലേടാ, ആ ഒരു ഓൾട്ട വീട്. അയാൾ പണ്ട് ഇംഗ്ലണ്ടിൽ കുക്കായിരുന്നു. അയാളെ വീട്ടിൽ ഇരുന്ന സാധനമാണ് നന്നാക്കാൻ തന്നാ. എന്ത് നോക്ക് നോക്കിയോ? നോക്കണേ, നീ കണ്ടിട്ടുണ്ടാ? ഹായ് ഗ്രാമഫോൺ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ആരുടെയാ നന്നാക്കാൻ തന്നത്? ഇംഗ്ലണ്ടുകാരെ. അപ്പൊ ഇത് പാടൂലേ? പാടാത്തോണ്ടല്ലേ നന്നാക്കാൻ തന്നത്. അപ്പൊ ഈ ഇതും ആക്രിയായി. ആക്രി അറിയോ? എന്തോ ചോദ്യം. എടീ പണ്ട് നെയ്യാറ്റിങ്ങനെ ഉണ്ടായിരുന്നു, ഒരു അമേരിക്കയിൽ കൊണ്ടുവന്നത്. ആദ്യമായിട്ടല്ലേ ഗ്രാമഫോണിൽ തോടണേ? ആര്? നിങ്ങള്. എടീ നെയ്യാറ്റിങ്ങനെ ഉണ്ട്, എല്ലാ സാധനങ്ങളും പണ്ട് നെയ്യാറ്റിങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ എത്ര ആയിരുന്നു ഈ ഹയർ സ്റ്റഡീസിന് വേണ്ടി അമേരിക്കയിൽ ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർ, വക്കീല്, ഡോക്ടേഴ്സ്, അവർ എന്തൊക്കെ സാധനം എന്നറിയാൻ കൊണ്ടുവരണം. അവിടെ ഈ ദൂരദർശൻ കേന്ദ്രം തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ടിവികൾ അടുക്കി വെച്ച് അവിടുന്ന് കൊണ്ടുവന്നത് നെയ്യാറ്റിങ്ങനെ. ടിവിയും ഫ്രിഡ്ജും ഫോണും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ നെയ്യാറ്റിക്കനയിൽ ഇത് എത്തിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ മാർക്കോണി നിങ്ങളുടെ മാമനും പിന്നെ അലക്സാണ്ടർ ഗ്രാമ്പിൽ നിങ്ങളുടെ വല്യച്ഛനുമായിരുന്നല്ലോ, മറന്നുപോയി ഞാൻ. അലക്സാണ്ടർ ഫ്ലെമിംഗ് നിന്റെ കൊച്ചച്ഛനായിട്ട് വരും. ഇത് നന്നാക്കണ്ടേ? പിന്നെ അടിച്ച് പൊളിക്കൂല മക്കളെ. ഞാൻ ഇല്ലാത്ത സമയം തോട്ടരുത് കേട്ടാ. അടക്കള വന്ന ഒറ്റ ഇരിപ്പാണ്. എന്നാ ഒരുത്ത അവിടെ ജോലി ചെയ്യണം. കുറച്ച് വെള്ളം കൊണ്ടുവരല്ല. എന്തോന്ന് പാലും ഇത്? എന്ത് വെള്ളം കൂടിയായത്? പിന്നെ വെള്ളപ്പക്കാളി തന്നെ ഉണ്ടോ നിങ്ങൾ? ഒന്നെങ്കിൽ ചൂടുവെള്ളം, അല്ലെങ്കിൽ കട്ടൻ ചായ. എടി എന്റെ ശരീരത്തിന് അത്രയും വെള്ളം വേണം, എന്നാലും ചാർജ് ചെയ്ത് നിൽക്കുള്ളൂ. ആ വെള്ളം ഉണ്ടാക്കി നിറയ്ക്കാൻ വേണ്ടിട്ടല്ലേ? ഇടിച്ച് ചൂടുവെള്ളം. എനിക്ക് ഗ്രാമഫോൺ പൊളിക്കാനുള്ളതാണ്. ഗ്രാമഫോൺ പൊളിക്കാൻ ഇതിനെ ചൂടുവെള്ളം വെട്ടുകത്തി പോരെ? ഒരേ വെള്ളറേ ബാലു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടാ. ആ ഗ്രാമഫോൺ എന്ന് പറഞ്ഞാൽ പഴയതാണ്. ഒന്നാമത്തെ അത് ഒരു പുരാവസ്തുവാണ്. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പിന്നെ പാടാണ്, കയ്യിൽ നിന്ന് പോകും. ഒന്നാമത്തെ നിങ്ങൾക്ക് ഇതൊന്ന് റിപ്പയർ ചെയ്യാൻ അറിയില്ല. ആരെയെന്നാ വാങ്ങിച്ചതെന്ന് വെച്ചാൽ കൊണ്ട് കൊടുക്കാൻ നോക്ക്. റിപ്പയർ ചെയ്യാൻ അറിഞ്ഞൂടെ? എടി എനിക്ക് സകല വിവരം അറിയാം. ഗ്രാമഫോണിനെ പറ്റി സകല വിവരം, അതിൻ്റെ ചരിത്രം അറിയാം. ഇത് ആദ്യം തുടക്കട്ടായിരുന്നു അറിയാമോ? അറിയാം എനിക്ക്. എഡിസൺ. പിന്നെ അന്ന് എൻ്റെ പേര് ഫോണോഗ്രാഫ് എന്നായിരുന്നു. ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്താൽ പറ്റും, അപ്പോഴേ കേൾക്കാൻ പറ്റും.
പിന്നെ കേൾക്കാൻ പറ്റും, എടുത്ത് കളയണം. പിന്നെ പല പരീക്ഷകളിലൂടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കണ്ടുപിടിച്ചത് ഗ്രഹാമ്പല്ലായിരുന്നു. പിന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് വിപുലീകരിച്ചത് ഈ എമിലി ബെർലിൻ. അല്ല, അങ്ങനെയല്ല, ആംലെ ബെർലിൻ. ഇതിനെ നീ പറഞ്ഞ ഒരു മാതിരി എമിലി അങ്ങനെയല്ല. അത് നിനക്കറിയാം, നെയ്യാറ്റിങ്കരയിൽ ഫോണ്, ഫ്രിഡ്ജ്, TV എല്ലാം ആദ്യം വന്ന കുടുംബത്തിൽ പറഞ്ഞവനാണ് ഞാൻ. അല്ലാതെ പടവലത്തിൽ നിന്റെ കുടുംബം പോലെ ഒറ്റ പടവലത്തിൽ തൂങ്ങി പിടിച്ച് മാത്രം നിൽക്കുന്ന കുടുംബം അല്ല. അത് നിനക്ക് ഓർമ്മ വേണം. ആ വെള്ളം കുടിച്ചിട്ട് അവിടെ എങ്ങനെ പോയി ഇരിക്കാൻ നോക്ക്. പറഞ്ഞെങ്കിൽ വാ, ഞാൻ അത് ഗ്രാമഫോൺ പൊളിച്ചെടുക്കണ കാണാം. അല്ല, പൊളിക്കുന്ന കാണാം, വാ. അത് പൊളിച്ചെടുക്കണം കാണാനുള്ള ആന്തരിക ശക്തി എനിക്കില്ല. അപ്പോ എന്ത് പറഞ്ഞാലും തർക്കോത്തര ഭവാനി അമ്മയെ പോലെ ഒരു ഗ്ലാസ് വെള്ളം പോലും നിന്റെ കയ്യിൽ നിന്ന് മാറ്റി കുടിക്കാൻ കൊള്ളില്ല. ആരുടെയോ വിധി. എന്നത് അല്ല, എല്ലാം വിധി പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞതാ. ചെല്ല് ചെല്ല്. എന്റെ വിധി എന്റെ കൈ കൊണ്ട് തന്നെ. ആ, ഓർത്തോ നീ. ഞാൻ പിടിച്ചപ്പോ ഊരി വന്നച്ചാ. പിടിച്ചപ്പോ ഊരി വന്നാ പടാ. അച്ഛാ, ഇത് നമ്മൾ എത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് ഇതിൽ മനസ്സിലാവും. അത് തന്നെ അച്ഛാ, അച്ഛൻ പറയുന്നത് ശരിയാ കേട്ടോ. ഇത് യൂറോപ്പ് പോയി ഇംഗ്ലണ്ട് പോയി എല്ലാം കറങ്ങാവുന്ന സാധനമാണ്. അച്ഛാ, ഇനി ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി, ഇത് എത്ര കാലമായി കേടായിരിക്കുന്നു. കഴിഞ്ഞ മാസം വരെ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നതാണ്. ആ, കഴിഞ്ഞ മാസം വരെ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ മാസം പാടിയത് വേറെ അതിന്റെ അരികത്തിരുന്ന് പാടിയതായിരിക്കുള്ളൂ. നിന്നെ ആരെയും വിളിച്ചാ? ഇല്ല. പിന്നെ പോ. അത് തന്നെ അമ്മ ചെല്ല്, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ സ്ഥലം ഒന്ന് നന്നാക്കി എടുക്കട്ടെ. അല്ലേ? ആരൊക്കെ? ഞങ്ങളൊന്നും വേണ്ട, ചേച്ചി ചേട്ടനും കൂടെ പോയി. അല്ല, അനിയത്തി ചേട്ടനും കൂടെ പോ. അല്ല അച്ഛൻ, ഞങ്ങളിവിടെ നിന്ന് അച്ഛന് സഹായമല്ലേ. ഇടേ, ഒരു സഹായം എനിക്ക് വേണ്ട. ഒരു കാര്യം പറയല്ലേ, ഒന്നാనికి ഇവിടെ നല്ല പേരുള്ളതാണ്. നിനക്ക് അറിയാമോ ജംഗ്ഷനിൽ തന്നെ വിളിക്കണമെന്ന് അറിയാമോ? ജപ്പാൻ ബാലു. ജപ്പാൻ ബാലുവാ? എന്ത് അത്രയ്ക്ക് തല ഉള്ളവരെന്ന് അർത്ഥം. ചിലപ്പോ വേറെ വല്ല പേരായിരിക്കും വിളിച്ചത്. അസൂയടെ പോടി. ഇവക്ക് ഇവളെ മോളിൽ ഞാൻ പറഞ്ഞവർക്ക് ഇഷ്ടമില്ല. എടി, ഞാൻ കുപ്പയിലെ മാണിക്കുവാനടി. എത്ര നാളെ എന്നെ അടക്കി പിടിച്ച് താഴ്ത്തി വെച്ചിരുന്നാലും എന്നിലെ പ്രതിഭ പൊട്ടിത്തെറിക്കും. ഓഹ്, എൻ്റെ ഒരു ഭാഗ്യം. വലിയൊരു പ്രതിഭയുടെ ഭാര്യയാവാൻ പറ്റിയില്ലേ. ഒരുപാട് ചിലക്കന്നെ ഇവിടെ ഉള്ള പലിയും കൂടി എണീറ്റ് പോകും. പറയാൻ പറ്റില്ല. നാളെ ഈ ചരിത്രം സുവർണ്ണ ലിപികളിൽ ബാലുവിന്റെ പേരിങ്ങനെ എഴുതി വെക്കും. അതിന്റെ തൊട്ട് താഴെ എന്റെ പേരും കൂടെ വരുമല്ലോ. എനിക്ക് അത്രയും മതി. എന്തായാലും കാണൂല. എഴുതി വയ്ക്കൂ, നോക്കിയിരുന്നോ. അവളാക്കിയിട്ട് പോയണ്ടേ. ചുമ്മാ അല്ല ഞാൻ ഗതി പിടിക്കാത്ത. ഞാൻ ഗതി പിടിക്കൂല. അവക്ക് അനുഭവ യോഗം ഇല്ല. പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് ഈശ്വരൻ എന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ? അച്ഛൻ നോക്കുമ്പോ പണി തുടങ്ങാം. പണി തുടങ്ങണം. പോ, ഞാൻ തുടങ്ങിക്കോണം. പോ. അല്ല, ഞങ്ങൾ പോടാ പോടാ പോടാ. അമ്മ പനി അച്ഛൻ്റെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല കേട്ടോ. രാത്രി ആകുമ്പോൾ പിന്നെ പണിയാവേ. രണ്ടുപേരും കൂടെ കിടന്ന് പിന്നെ കഷ്ടപ്പെടേണ്ടി വരും. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കമ്മേ. എന്തോന്ന് എടുത്തോണ്ട് പോകാൻ പറ്റുമെന്നാ? അമ്മ ഒരു കാര്യം ചെയ്ത് അച്ഛൻ്റെ ഫോൺ കൊടുക്കും. എവിടെ? പറമ്പിലാ? ആ, അത് കൊള്ളാം. ആ, അച്ഛൻ വരുമ്പോൾ എന്നെ വിളിക്കാൻ പറ. ആ, ശരി. എന്താമ്മേ? എടാ, അപ്പൂപ്പന് നല്ല പനിന്ന്. എന്നിട്ട് അതേ പാടത്തും പറമ്പിലൊക്കെ നടക്കണ്ട അപ്പൂപ്പൻ. അപ്പൂപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ? നടന്ന തന്നെ. എന്റെ അമ്മ, ഇനിയിപ്പോ അത്ര അത്യാവശ്യമാണെങ്കിൽ ഹോസ്പിറ്റലിൽ അപ്പൂപ്പന്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ടി വരും. അത് തന്നെ. അപ്പൂപ്പനെ കൊന്നാപ്പോലും അപ്പൂപ്പ ഹോസ്പിറ്റലിൽ പോവില്ല. ഇപ്പോഴത്തെ പനിയാണേ, അതാണ്. എത്ര കാലമായില്ലേ എനിക്കൊരു പനിയൊക്കെ വന്നിട്ട്. എന്തേ, പനി വേണോ? ഒന്നാക്കൊള്ളാന്നുണ്ട്. ചെറിയൊരു പനി മതി. അതാകുമ്പോ മൂടി പൊതിച്ച് കയറി കിടക്കാം, ആൾക്കാരൊക്കെ കാണാൻ വരും. ഇതൊക്കെ നമ്പർ ഞാൻ പണ്ടെടുത്തിട്ടുള്ളതാ. സ്കൂളിൽ പോകാണ്ടിരിക്കാനുള്ള അടവല്ലേ, സ്കൂൾ ഉറക്കാണല്ലോ. ഇപ്പൊ പനി വന്ന ആദ്യം രക്തം കുത്തിയെടുക്കും, പിന്നെ ട്രിപ്പ് ഇടും, പിന്നെ ആണെങ്കിൽ 3 ഇഞ്ചക്ഷൻ കാണും. എടാ മതിയുടെ, ഇത്രയും പറഞ്ഞത് മതി. എനിക്ക് പനിയൊന്നും പറയണ്ട. പിന്നെ അമ്മ, എത്ര ഡേറ്റ്? ഇന്ന് 27. ഓഹോ, 27 ഒരു കുസിലേ അങ്ങ് നിന്നോ? 27 പറയുമ്പോ എന്ത് വിളിച്ചാണോ? എന്റെ അമ്മയെ ഇനി എന്തൊക്കെ മേടിക്കാൻ കിടക്കുന്നത്? ബുക്ക് മേടിക്കാനുണ്ട്, യൂണിഫോം മേടിക്കാനുണ്ട്, ബാഗ്. അത് കറക്റ്റായിട്ടോ അമ്മേ. സ്കൂൾ ഓർക്കാൻ പോവാ. നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ? എല്ലാ പ്രാവശ്യവും സ്കൂൾ തുറക്കുമ്പോൾ ഞാനാണല്ലോ ഷോപ്പിംഗ് നടത്താറ്. ഇപ്രാവശ്യം അച്ഛനോട് പറ. അമ്മയും കൂടി വന്നാലല്ലേ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വാങ്ങിക്കാൻ പറ്റുള്ളൂ. കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വാങ്ങിക്കാനുള്ള പ്രായമൊക്കെ ആയല്ലോ രണ്ടിടത്തിനും. ഇല്ലേ? ആയില്ലേ?
അങ്ങ് പോയി മേടിക്ക്. അമ്മേ പ്ലീസ് കുഴപ്പമില്ലേ, ഇനി സ്കൂൾ വർക്ക് 2-3 ദിവസമേ ഉള്ളൂ. എടാ എന്നേക്കാൾ ഉത്തരവാദിത്തമുള്ള ഒരാൾ അപ്പുറത്ത് ഇരിപ്പുണ്ട്, ചെന്ന് പറ അങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞ വർഷത്തെ പോലെ നടക്കുള്ളൂ, അവസാനം വഴക്കിൽ അവസാനിക്കും. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ശിവ. ഇല്ല, ഞാൻ പോയിക്കോളാം. അതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്, പോ. അച്ഛോ അച്ഛാ എന്താ എന്തായി? എന്തെങ്കിലുമൊക്കെ ആവും ഇപ്പൊ. അച്ഛൻ്റെ പ്രശ്നം എന്താണ്? പ്രശ്നം എന്താണ്? ഇത് പഴയ ടെക്നോളജിയാണ്, പുതിയതാണെങ്കിൽ നമുക്കൊരു കൈ നോക്കായിരുന്നു. ഇതിപ്പം പുതിയ ഐറ്റം എല്ലാം കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചേക്കുവാണെങ്കിൽ അച്ഛൻ പറഞ്ഞ എടാ ഇത് പുതിയ ടെക്നോളജിയാണ്, അതാണ് പ്രശ്നം. മക്കളെ, ഇലക്ട്രോണിക്സുകാർക്ക് എല്ലാം പ്രശ്നം തന്നെ, അവർക്ക് ഈസി സോൺ എന്നുള്ള ഇല്ല. അച്ഛാ നമുക്ക് ഇതിനെ കുറിച്ച് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാലോ? ഇതിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാലോ എന്ന് നോക്കടാ മക്കളെ. അച്ഛാ ഇതിന്റെ ഫംഗ്ഷനെ പറ്റി സെർച്ച് ചെയ്ത് നോക്കിയാലും പണി ചെയ്യണ്ടേ? ഇത് നമ്മൾ എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാനുള്ള സംഭവം ഇതിലില്ലേ? അപ്പൊ അത് നോക്കി നമ്മൾ ചെയ്താൽ പോരെ? കാണും, പക്ഷെ നെറ്റ് ഇറങ്ങിയൊന്നും പണിയില്ലല്ലോ, അച്ഛൻ തന്നെ ചെയ്യണ്ടേ, അപ്പൊ കണക്കായിരിക്കും. ഓ പാടുന്നു, എന്താ അച്ഛന് ചെയ്യാനോടെ? നമ്മളെ നോക്കടാ. കിട്ടിയാ? ഇത് കണ്ണുങ്ങളോടല്ലേ അച്ഛ? അമ്മ മാറ്റുവേ. പറയല്ല എനിക്ക് അവള് പറയും, എനിക്ക് പണിയാറോടാന്ന്. എന്തേ ശരിയായാ? പിന്നെ എപ്പ ശരിയായെന്ന് ചോദിച്ചാ പോരെ? ആ ശരിയായ നിനക്കോളാ. പറഞ്ഞ എന്ത് എന്ത് പറയാ? പർച്ചേസിന്റെ കാര്യം ഉണ്ടെന്ന് പറയാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നേ? പറഞ്ഞില്ല. പർച്ചേസ് എന്തോന്ന് പർച്ചേസ്? അച്ഛാ ഇപ്പൊ സ്കൂൾ തുറക്കാൻ പോവല്ലേ, അതിന്റെ പർച്ചേസ്, ബാഗും ഷൂവും ബുക്കും എല്ലാം വാങ്ങിക്കുന്നതല്ലേ. ഇവിടെ മര്യാദയ്ക്ക് ശ്രദ്ധയോടെ ഞാൻ പണി ചെയ്തോണ്ടിരിക്കുകയാണ്, ആവശ്യമില്ല ശ്രദ്ധ തെറ്റിക്കരുത്. നോക്കടാ, സ്ഥിരം നമ്പറാ ഇത്, എപ്പ സ്കൂൾ തുറക്കട്ടെ അപ്പൊ എടുക്കണം അതേ നമ്പരാ. എന്തോ എന്തോ കഴിഞ്ഞ പ്രാവശ്യം എന്തോ സംഭവിച്ചു. എന്തോ സംഭവിച്ചു? ഓർത്ത് നോക്ക്. ആ ഓർത്ത് നോക്ക്. നീ ഓർത്ത് നോക്ക്. നിങ്ങൾ ഓർത്ത് നോക്ക്. എനിക്ക് ഓർമ്മയില്ല. ആണോ? എനിക്ക് ഓർക്കാൻ മനസ്സില്ല. പാടി അവിടുന്ന് പണി പോണല്ലേ, പിന്നെ ഇതിനെ പറയണേ. വായിക്കോട്. ആ ഓർമ്മ വന്നു. ചിരിച്ചില്ലേ നിങ്ങൾ? എനിക്ക് ഒരു ഓർമ്മ വന്നില്ല. പാടുന്നു തിരിച്ച്. ഇങ്ങനെ പാടാനേ പറ്റും. ശരിയാണോ മക്കളെ? ഇപ്പൊ കേട്ടില്ലേ? പക്ഷെ പോയടാ, ഇത് ഇപ്പൊ പോയി. ശരിയായി വന്നേണ്. ഇപ്പൊ കേൾപ്പിച്ചുതരാം. നേരത്തെ കേട്ടായിരുന്നു, അപ്പൊ സമയത്ത് പറയാ. ഇപ്പൊ പാട്ട് കേട്ടാ? നീ പാട്ട് കേട്ടില്ല? അപ്പൊ അതെ, ഇനിയിപ്പൊ നോക്കട്ടെ, ഒന്നുകൂടെ നോക്കാം. ശരിയാകുമ്പോ വിളിക്കാം. ശരിയാവും കേട്ടാ? എടി നമ്മൾ വിചാരിക്കുന്ന പോലെ പഴയതുപോലെ ചർച്ചകളൊന്നും അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ലല്ലേ. ഇനി പഴഞ്ച ഐറ്റം വെച്ചുള്ള പരിപാടിക്കൊന്നും ഞാൻ തരില്ല, എനിക്ക് പുതിയ ബാഗ് തന്നെ വേണം. ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കുറവ് വന്നാൽ നേരെ പടവലത്തെ നേറ്റിക്കിനി അപ്പൂപ്പന്മാരെ വിളിച്ചങ്ങ് പറഞ്ഞാൽ മതി, അവർ ശരിയാക്കി തരുമെന്നേ. ഇടി അവരുടെ ഇഷ്ടം പോലെ പണമില്ലേ. അപ്പൊ അവരുടെ നമ്മുടെ കുടുംബ വീടും എല്ലാം വിറ്റ് അവിടെയുള്ള സ്ഥലവും എല്ലാം വിറ്റിട്ട് സിറ്റിയിൽ മര്യാദക്ക് ഒരു 50 സെന്റ് നല്ല കൊട്ടാരം പോലൊരു വീടും വെച്ച് സുഖമായിട്ട് ജീവിക്കായിരുന്നു. അതന്നെ, ഒരു 2 ഓടിക്കാറും വേണം. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കാലം അനുഭവിച്ച എല്ലാം നടക്കണം, അതോടുകൂടി മാർക്കിട്ടും. എടി എന്തൊക്കെ പറഞ്ഞാല് 2 കുടുംബ വീടും നമ്മുടെ അഭിമാനത്തിന്റെ ഒരു ചിഹ്നമാണല്ലോ. ഈ അഭിമാനം പൊക്കി പിടിച്ചോണ്ട് നടന്നുകൊണ്ടാണ് ഒരു കാര്യവും നടക്കാത്ത. ചുമ്മാ അല്ല അച്ഛന് ചില സമയം കലി കയറി വരുന്നത്. അതുണ്ട്. അച്ഛാ കേള് പാട്ട് കേള്. എന്റെ പൊന്നു മക്കളെ, ഇന്ത്യ മുഴുവൻ അച്ഛന്റെ പേര് പടരണ്ടേ. എന്ത് ചെയ്യാ, ചുഴിക്കുറ്റായി പോയി. അമ്മ വിളി സംഭവിച്ചത് സത്യമാണ്. എടാ, പല അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ കഴിവുള്ളതാണ് അതിന്റെ അച്ഛൻ. അമ്മ കേട്ടാ? പാടിയാ? ആ പാടിയാ? പാടിയാന്ന്. പാടി പാടിയാന്ന്. നിനക്ക് വിശ്വാസമില്ലേ?
അല്ല വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ. അത് പോട്ടെ, ഇതെന്തായിരുന്നു ഇതിന്റെ കംപ്ലൈന്റ്? ഇതിന്റെ ഇന്നർ ട്രാൻസിസ്റ്ററിന്റെ അതിന്റെ ഇന്നർ അപ്പൊ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അവിടെ പിന്നെ ആ അവിടെ വല്ലതും ചെയ്യണമെങ്കിൽ വലിയ ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് ഒരു വിലയില്ല. അവൾ എന്തെങ്കിലും ഓഫീസിൽ പോയി ചെയ്താൽ മല മറിക്കുന്ന പണിയാണ്. ആ അങ്ങനെ ഒരു ഭാവം അമ്മയ്ക്ക് ഉണ്ട് കേട്ടോ. ചാടുന്നു അതിന്റെ 4 മൂലയ്ക്ക് പിടിച്ച് 2 കൊട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് പാടി, അത്രേ ഉള്ളു കാര്യം. എടി ഒന്ന് വില വയ്ക്കടി. എടി ഇത് ഭർത്താവ് ചവിട്ടി താക്കാടി. നോക്കിക്കോ, ഇനി വലിയ വീട്ടിൽ നിന്നൊക്കെ ഗ്രാം ഫോൺ ചെറവറാന്ന് വരും. പൈസ എണ്ണം പറഞ്ഞ് ഞാൻ വാങ്ങി. ഒരിക്കൽ ചക്ക വീണ് മൊയില് ചത്തു എന്ന് കരുതി എപ്പോഴും ചക്ക വീണ് മൊയില് ചാവണമെന്നില്ല. വിധി ഉണ്ടെങ്കിൽ മൊയില് ചാവോടി. ഈ അഹങ്കാരം ഉണ്ടല്ലോ, അതാണ് എല്ലാത്തിനും കാരണം. ഓരോ സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഇവിടെ നിന്ന് അത് കുളമാക്കി നശിപ്പിച്ച് കൊടുക്കും തിരിച്ച്. എന്നിട്ട് അതിന്റെ പൈസ മൊത്തം ഞാൻ കൊടുക്കാൻ വേണം അവർക്ക്. എന്നിട്ട് എന്റെ മുന്നിൽ ഷൈൻ ചെയ്യല്ലേ? ഷൈൻ ചെയ്യോടി, നിന്നെ മുന്നിലേ ഞാൻ ഷൈൻ ചെയ്യൂ. കാരണം എൻ്റെ ഒരേ ഒരു ശത്രു നീയാണ്. ഷൈൻ ചെയ്തിരുന്ന പോലും അവൾക്ക് അസൂയ. എടി ഇപ്പോ അടക്കള ചെന്ന് എനിക്ക് വല്ല കഴിക്കാൻ വല്ല ഉണ്ടാക്കി പോയി. വാ പാട് വാ. നിങ്ങൾ വരൂ എന്റെ മുന്നിൽ കരഞ്ഞോണ്ട്, എന്റെ കാല് പിടിച്ചു വരും. നോക്കിക്കോ. രാവാതെടി. പാടി ഇങ്ങോട്ട് വാ. നോക്ക്, പാട്ട് കേട്ടി ഒരു പാട്ട് കേട്ടിപ്പോ. അച്ഛാ കേക്കുന്നില്ലല്ലോ. ഇത് വയ്ക്കുമ്പോഴേ കേൾക്കൂലേ, ഇപ്പോഴും ഇത് കറക്കുമ്പോൾ കേൾക്കൂല. ഇല്ലേ, എന്നാ വെക്ക്, എന്നാ വെച്ചു നോക്കച്ച. ആ പല്ല് കേൾക്കുന്ന ശബ്ദം. അച്ഛാ എന്താ ചെന്ത് കേട്ടോണ്ടിരുന്നാണല്ലേ. പോയാ പെട്ടെന്ന് കേൾപ്പിക്കണ്ട, എനിക്ക് അടുക്കള പണിയുണ്ട്. ഇല്ലടാ അച്ഛാ ഒരു രക്ഷയില്ലേ. പ്രാവി നശിപ്പിച്ചോളൂ. പ്രാവി എല്ലാവരും തോന്നുന്നു. നേരത്തെ തട്ടിയില്ലേ, അപ്പൊ പാട്ട് കേട്ടല്ലോ, അതുപോലെ തട്ട്. അപ്പൊ വീണ്ടും കേട്ടു. മണ്ടടിച്ചോളൂ. അച്ഛാ അമ്മ പറഞ്ഞോരൊന്ന് ശ്രമിച്ചു നോക്ക്, ചിലപ്പോ കേട്ടാ. ആ ശ്രമിച്ചു നോക്ക്, ചിലപ്പോ കേക്കും. തട്ട് മൂലക്കിട്ട്. തട്ടച്ചാ കേൾക്കണില്ലല്ലേ? അവിടെ തട്ടേ, ഈ മൂല കേട്ടേ. അല്ല വേണ്ട, ഇവിടെ തട്ട്, അല്ലെങ്കിൽ ഇവിടെ തട്ടി നോക്ക്. ഒരു കാര്യം ചെയ്തിട്ട് തലയിൽ വെക്ക്, ചിലപ്പോ കേക്കും.